ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ഷെഫ് ലിജോ. നമ്മുടെ ചാനൽ വഴി നമ്മൾ അറിയിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഫ്രീ ജോബ് വേക്കൻസികളാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോഴേ നിങ്ങൾക്കും നിങ്ങളുടെ റിലേറ്റീവ്സിനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ വേണ്ട ജോബുകൾ വരുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ കിട്ടുവാനും അത് പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാനും പറ്റുകയുള്ളൂ. ഇന്ന് ചെറിയൊരു വിശേഷത്തോടെ നമുക്ക് തുടങ്ങാം. ഞാൻ ഷാർജയിൽ പോയിട്ടുണ്ടായിരുന്നു. അൽത്തല എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഞാൻ ആ റെസ്റ്റോറൻറ്റിൻ്റെ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് റെസ്റ്റോറൻറ്റ് എന്ന് പറയാൻ പറ്റില്ല, ചെറിയ കഫേയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ എടുത്ത് നമുക്കത് പോസ്റ്റ് ചെയ്യണം. പക്ഷേ ഇപ്പോൾ അതിനുള്ള സമയം ഇല്ലാത്തതുകൊണ്ടാണ്. എനിക്ക് കുറച്ച് ടൈം എടുക്കും. എഡിറ്റിംഗ് ഒക്കെ ഉണ്ട്, പിന്നെ വോയിസ് ഓവറും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തത്. ഇപ്പോൾ അത് പോസ്റ്റ് ചെയ്യാണ്ടിരുന്നത്. ഞാൻ അവിടെ പോയി ബ്രോസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് ഞാൻ തിരിച്ചു വന്നു. ഇപ്പോൾ വീണ്ടും മംഗൂളിലെത്തിയിട്ടുണ്ട്, ദുബായിൽ. വേറൊരു പ്രത്യേകമായിട്ടുള്ള കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എങ്ങനെ ഏത് രീതിയിലാണ് നമ്മൾ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഞങ്ങൾ 5-10 പേരുണ്ട്. അതായത് 5-8 പേര് കൂടി ഞങ്ങൾ ശ്രമിക്കുന്നതാണ്. ഞങ്ങളുടെ സാലറിയിൽ നിന്ന് കുറഞ്ഞ സംഖ്യകളൊക്കെ മിച്ചം വെച്ചിട്ടും അല്ലാതെ നമ്മുടെയൊക്കെ എല്ലാവരുടെയും പരിശ്രമത്തിൻ്റെ ഫലമൊക്കെ ആയിട്ടുള്ള കുറഞ്ഞ സംഖ്യ വെച്ചിട്ട് നമ്മൾ പറ്റുന്നത്ര ആൾക്കാരെ അവരവരുടെ വീടും അവരവരുടെ സാഹചര്യങ്ങളൊക്കെ നോക്കി കണ്ടിട്ടാണ് നമ്മൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. അതിന് മെയിനായിട്ട് ഞാൻ തന്നെയാണ് മുന്നിട്ടിറങ്ങുക. ഈ വരുന്ന ഓഗസ്റ്റ് മാസത്തിൽ നാട്ടിൽ വരണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ സമയത്ത് ഞാൻ നിങ്ങളെ അറിയിക്കാം. നിങ്ങളുടെ ഫോൺ നമ്പറുകൾ എൻ്റെ ഫോൺ നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ അറിയിക്കും. ആ സമയത്ത് നിങ്ങൾക്ക് വന്ന് കാണാൻ പറ്റുന്നവർക്കൊക്കെ വന്ന് കണ്ട് നിങ്ങൾ CV തരികയാണെങ്കിൽ ആ CV ഞാൻ എൻ്റെ കയ്യിൽ മേടിച്ചു വെക്കും. ഇങ്ങനെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ ജന്മനാടായിട്ടുള്ള നിലമ്പൂരിലാണ് ഞാനുണ്ടാവുക. ആ സമയത്ത് ഞാൻ 2 ദിവസം ഇതിനായിട്ട് മാറ്റി വെക്കും. അതേപോലെ തലഭാത്ത് വഴി കയറി വരാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ നമ്മൾ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ അറിയിക്കാനൊക്കെ ഓഗസ്റ്റ് മാസമാണ് ഞാൻ പറഞ്ഞത്. കാരണം അപ്പോഴേക്കും നമുക്ക് ഇവിടെ എനിക്ക് പുതിയ ഷോപ്പ് ഓപ്പൺ ആക്കി അതൊന്ന് ട്രാക്കിലാക്കിയിട്ടൊക്കെ വേണം എനിക്ക് വരാൻ. 10-20 ദിവസത്തെ ലീവൊക്കെ ഉണ്ടാവുകയുള്ളൂ. പലർക്കും ഇതൊരു കളിയാക്കലോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തലൊക്കെ ആയിട്ട് പലർക്കും തോന്നാം. അത് പല കമൻറ്റുകളിലും അങ്ങനെ കാണാറുണ്ട്. പിന്നെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാനിവിടെ വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് നമ്മൾ ഈ വീഡിയോസ് ഇടുന്നത്. 4 മണിക്കൂറൊക്കെ വേണം നമ്മൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാനും അതിൻ്റെ ക്യാപ്ഷൻസ് എഴുതാനും ഡിസ്ക്രിപ്ഷൻ എഴുതാനും എല്ലാത്തിനും കൂടി നമുക്ക് ഒത്തിരി ടൈം ഇതിൻ്റെ പുറകെ പോകുന്നുണ്ട്. കമൻറ്റൊക്കെ ഞാൻ എൻ്റെ ഒഴിവ് പോലെയാണ് ഞാൻ കാണുക. ഒറ്റ കമൻറ്റിന് പോലും റിപ്ലൈ തരാതിരിക്കില്ല. മോശപ്പെട്ട അല്ലെങ്കിൽ നമ്മളെ കളിയാക്കുന്ന രീതിയിലുള്ള കമൻറ്റുകൾക്ക് മാത്രമേ റിപ്ലൈ തരാത്തുള്ളൂ. ബാക്കി എല്ലാ കമൻറ്റിനും ഞാൻ റിപ്ലൈ തരാറുണ്ട്. എല്ലാവരുടെയും തന്നെ കമൻറ്റുകൾ നമ്മൾ വായിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. അതിനുവേണ്ടി അന്വേഷിക്കാറുണ്ട്. ജോബൊക്കെ പറയുന്നവർക്ക് വേണ്ടി അന്വേഷിക്കാറുണ്ട്. അപ്പം ഇങ്ങനെയാണ് കാര്യങ്ങൾ. ഓഗസ്റ്റ് മാസം നമുക്ക് ഏതെങ്കിലുമൊക്കെ ഒരു ദിവസം 1-2 ദിവസങ്ങളായിട്ട് നമുക്ക് കാണുവാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യവും അതിനുള്ള സമയമെല്ലാം നമുക്ക് നിങ്ങളോട് തന്നെ ആലോചിച്ചിട്ട് ഞാൻ ഫോൺ നമ്പർ ഞാൻ തരും. ഞാനവിടെ വന്നിട്ടൊരു സിം എടുത്ത് ആ ഫോൺ നമ്പർ നിങ്ങൾക്ക് തന്ന് നിങ്ങൾക്ക് എന്നോട് നേരിട്ട് കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് CV കൊണ്ടുവരാവുന്നതാണ്. അതേപോലെ തലഭാത്തിൻ്റെ ആളുകളും അങ്ങനെ തന്നെയാണ് വരേണ്ടത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് വരാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അറിയിക്കുക. ഏറ്റവും പാവപ്പെട്ട ആൾക്കാർക്ക്, ഏറ്റവും നിർധനരായിട്ടുള്ള ഒരു രീതിയിൽ നമുക്ക് ധനം എവിടുന്നും കിട്ടില്ല എന്നുറപ്പുള്ള ആളുകൾക്ക്, ജോലിക്ക് ആവശ്യമുള്ള ആളുകൾക്കാണ് നമ്മൾ മുൻഗണന കൊടുക്കുക. കാരണം ഞങ്ങളൊക്കെ സാധാരണക്കാരാണ്. നമുക്കൊക്കെ EMIയും അതേപോലെ തന്നെ പല ബാങ്ക് ലോണുകളും ഒക്കെ ഉള്ള ആളുകളാണ്. നമുക്കൊരു ജോലിയുടെ വില ശരിക്കും അറിയാവുന്നത് കൊണ്ടാണ് നമ്മളത് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരോടും ഞാൻ അങ്ങോട്ട് തന്നെ പറഞ്ഞിട്ടാണ് അവരിതിനൊക്കെ സമ്മതിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഇതിന് യാതൊരു മുടക്കം വരാതിരിക്കാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കുകയും പ്രയത്നിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. ഇത്രയുമാണ് എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ള കാര്യം. അപ്പോൾ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. അതേപോലെ തന്നെ മാക്സിമം എനിക്കിതിനകത്ത് യാതൊരു ലാഭമോ അല്ലെങ്കിൽ എനിക്ക് നഷ്ടമോ ഇല്ല. നമ്മൾ ചെയ്യുന്നത് വെറും ഒരു പുണ്യപ്രവൃത്തി മാത്രമാണ്. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഒരാൾക്ക് ചെയ്തു കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിനകത്തുള്ള ലക്ഷ്യം. പലരും വന്ന് കളിയാക്കുന്നത് ചില കമൻറ്റുകളും കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്നലെ ഞാൻ ഒരു വ്യക്തിയോട് ഞാനൊരു ഹെൽപ്പ് ചോദിച്ചു. ഞാൻ പുള്ളിയോട് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. റീച്ച് കിട്ടാനാണ് UAEയുടെ പല ഭാഗങ്ങളും. എനിക്ക് 2000-2000 ഡിഷുകൾ റെസിപ്പി അറിയാം. എനിക്കിതൊക്കെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും നമുക്കിത് കിട്ടും. പക്ഷെ എനിക്കുണ്ടായ അനുഭവങ്ങളെല്ലാം ഞാൻ വളരെയേറെ കൃത്യമായിട്ട് ഞാനിതിന് മുന്നേ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതിനകത്ത് വളരെ നല്ല രീതിയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏജൻറ്റുമാരുടെ കാര്യങ്ങളും. അതേപോലെ തന്നെ ഞാനടക്കം ചതിക്കപ്പെട്ട പല സിറ്റുവേഷൻസും ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ എന്തുകൊണ്ട് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് എന്നെക്കൊണ്ട് പറ്റുന്ന ചെറിയ ഹെൽപ്പും അതേപോലെ തന്നെ അവരെയൊക്കെ ഒന്ന് സഹായിച്ച് ആരെങ്കിലുമൊക്കെ 1-2-3 പേർക്കൊക്കെ ജോബ് ഇവിടെ ശരിയായി കൊടുത്ത് ടിക്കറ്റും വിസയൊക്കെ എടുത്ത് കൊടുത്ത് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളത് നമുക്കൊന്ന് സമൂഹത്തെ കാണിച്ചു കൊടുക്കണ്ടേ. അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിതിന് തയ്യാറാകുന്നത്. ഞങ്ങൾ പറഞ്ഞില്ലേ, ഞങ്ങളൊക്കെ
ഈ ഓഗസ്റ്റ് മാസം വെച്ച് നമുക്കൊക്കെ കുറഞ്ഞ പൈസ നമ്മുടെ സാലറിയിൽ നിന്ന് ബാക്കി വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും വലിയൊരു സംഖ്യ നമുക്ക് ഇതിനൊക്കെ വേണ്ടി വരും. 3-4 ആൾക്കാരെ കൊണ്ടുവരണമെങ്കിൽ 3-4 ലക്ഷം രൂപ കയ്യിൽ വേണം. അപ്പോൾ ഇത്രയും പൈസയൊക്കെ നമ്മൾ റെഡിയാക്കണം. അത് കഴിഞ്ഞിട്ട് അവർക്കുള്ള ജോലി നമ്മളിവിടെ കണ്ടെത്തണം. അപ്പോൾ ഇത്രയൊക്കെ നമുക്ക് ചിലവ് വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ കണ്ടെത്താനുള്ള സമയം കൂടിയാണ് നമ്മളപ്പോൾ ചോദിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ, നല്ലൊരു ദിവസം ആശംസിക്കുന്ന. എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് വഴി ചോദിക്കുക. എല്ലാ കമൻറ്റും ഞാൻ റിപ്ലൈ തരും. എൻ്റെ സമയം പോലെ നമുക്ക് തരാൻ പറ്റുള്ളൂ. ആരും ഒന്നും വിഷമിക്കേണ്ട കാര്യമില്ല. എനിക്ക് ഒഴിവ് വേണം, നല്ല തിരക്കുണ്ട്, നമ്മളൊക്കെ ജോലി ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞ് റൂമിലൊക്കെ ചെന്നിട്ടൊക്കെയാണ് നമ്മൾ കമൻറ്റിന് റിപ്ലൈ തരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് വൈകുന്നത്. പക്ഷേ കമൻറ്റിന് എന്തായാലും ഞാൻ റിപ്ലൈ തന്നിരിക്കും. കാരണം ഓരോ വ്യക്തികൾ അയക്കുന്ന കമൻറ്റും ഓരോ ജീവിതങ്ങളും ഓരോ പ്രശ്നങ്ങളുമാണെന്നുള്ള ഉറച്ച ബോധ്യം എനിക്കുണ്ട്. അപ്പോൾ ഓക്കെ ബൈ, താങ്ക് യു. എല്ലാവർക്കും നല്ലത് വരട്ടെ.